എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? മതം ഇളകിക്കഴിഞ്ഞാൽ നമുക്ക് ചങ്ങലക്കിടാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്നു. ദില്ലിയിലും ബുൾഡോസർ രാജ്. തുർക്കുമാൻ ഗേറ്റിൽ ഒഴിപ്പിക്കൽ നടപടി. കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനിടെ പോലീസിന് നേരെ കല്ലേറുണ്ടായി എന്നൊരു വാർത്ത വരുന്നു. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. കർണാടകയിലെ ഈ ബുൾഡോസർ രാജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതേയുള്ളൂ. ഇപ്പോൾ ഇതാ തുർക്കുമാൻ ഗേറ്റിൽ ഒഴിപ്പിക്കൽ ഉണ്ട് എന്നൊരു വിവരം വരുന്നുണ്ട്. ഇന്നലെ രാത്രി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ ഒരു കോളനി, അവിടെ ഒരു ഉന്നതി പൂർണ്ണമായിട്ടും അവിടെ ഒഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സാധാരണക്കാരായ നിരാലംബരായ മനുഷ്യ താമസിക്കുന്ന സ്ഥലമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? നോബൽ മാരിക്കാരൻ. ഓൾഡ് ദില്ലിയിലെ തുക്മാൻ ഗേറ്റിലാണ് ഒഴിപ്പിക്കൽ ഇന്നലെ MCയുടെ ഭാഗത്ത് ഈ രാത്രി ഉണ്ടായത്. ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്താണെങ്കിലും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 17ഓളം വരുന്ന JCBകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നടപടി എന്താണെങ്കിലും പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഈ പ്രതിഷേധം അടക്കം എതിരെയുണ്ടായി. കാരണം ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഒരു മസ്ജിദിന്റെ പ്രദേശം കൂടിയാണ്. ഈ പ്രദേശത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതായത് അതിന് പിന്നാലെ ഇവിടേക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഭാഗത്ത് നിന്നടക്കം പ്രതിഷേധം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഈ പോലീസിനും ഒപ്പം പൊളിക്കാൻ വന്ന ഉദ്യോഗസ്ഥർക്കും എതിരെ കല്ലടക്കം എറിയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പോലീസ് വിന്യാസവും ഒപ്പം അത്തരത്തിലുള്ള നടപടികളും ഉൾപ്പെടെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം ആരെയും അങ്ങോട്ട് കടത്തിവിടാതെ അത്തരത്തിൽ ഉള്ള നടപടിയാണ്. പക്ഷേ വലിയ പ്രതിഷേധം ഉണ്ടായി. അതിനു പിന്നാലെ ഈ പറഞ്ഞ JCBകൾക്കും ഒപ്പം ഉദ്യോഗസ്ഥർക്കും എതിരെ കല്ലേറ് അടക്കം ഇവിടെ ഉണ്ടായി. രാംലീല മൈതാനത്തിലേക്ക് അടുത്തുള്ള പ്രദേശമാണ് ഈ പറയുന്ന തുക്മാൻ ഗേറ്റ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത്. എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഈ പറഞ്ഞ പ്രദേശവാസികളുടെ ഭാഗത്ത് ഉയരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു രാത്രി എത്തി ഇങ്ങനെ ഒരു നടപടി പൂർത്തിയാക്കുമ്പോൾ അവർക്ക് സാധന സാമഗ്രികൾ എടുക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്ന് പറയുന്നു. അർദ്ധസൈനിക വിഭാഗത്തെ അടക്കം വിന്യസിച്ചുകൊണ്ടാണ് ഈ നടപടി എന്താണെങ്കിലും പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ കെട്ടിടങ്ങളടക്കം അവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമാണ് ഈ കെട്ടിടങ്ങളും കുടിയേറ്റവും എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. ദില്ലി ഹൈക്കോടതി ഇത്തരത്തിൽ ഇത് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ രാത്രി എന്താണെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞ പലയിടത്തും ദില്ലിയിലെ പല ഭാഗങ്ങളിലും പുതിയ BJP സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിൽ ബുൾഡോസർ രാജികൾ ഉണ്ടാകുന്നുണ്ട് എന്ന വലിയ വിമർശനം ശക്തമാണ്. പ്രത്യേകിച്ച് കൽക്കാജിയിലടക്കം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സമാനമായി തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഓൾഡ് ദില്ലി ഹൈക്കോടതിയിൽ ഒരു കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ മസ്ജിദ് ഭാരവാഹികളുടെ ഹർജി ദില്ലി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് ഈ ഒഴിപ്പിക്കൽ നടന്നിരിക്കുന്നത്, ഈ ബുൾഡോസറുമായിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ഉത്തർപ്രദേശിലും അതേപോലെ കർണാടകയിലും കണ്ടതുപോലെയുള്ള ഈ ബുൾഡോസർ രാജിന് സമാനമായ അവസ്ഥയാണ്. അവിടെ JCB ഒക്കെ വന്ന് അത് നിരത്തുന്നത് കാണാം. ആ ഉപയോഗിച്ചുകൊണ്ട് JCB ഉപയോഗിച്ചുകൊണ്ട് അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ, പ്രദേശത്തെ ചെറിയ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് നിരത്തുന്നത് കാണാം അല്ലേ? തീർച്ചയായും JCB ഉപയോഗിച്ച് ഏറെക്കുറെ പൊളിക്കൽ പൂർണ്ണമായിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ നമുക്ക് പറയാം. കാരണം ആ മേഖലയിലൊക്കെ വലിയ തരത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ആ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ നിലംപതിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ പറഞ്ഞ കല്ലേറടക്കം ഉണ്ടായതിന് പിന്നാലെ കണ്ണീർവാതകം അടക്കം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഉള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ സംഘർഷ സാധ്യതയായിരുന്നു അവിടെ ഉണ്ടായത്. എന്താണെങ്കിലും ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന്, ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് ഇത് പൊളിച്ചു നീക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നു. ആ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് 17ഓളം വരുന്ന JCBകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൊളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി കൃത്യമായി തന്നെ. അതായത് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇത്രയുമാണ്. ഈ ഓൾഡ് ഡൽഹിയിലാണല്ലോ ഈ തുർക്കുമാൻ ഗേറ്റ് ഉള്ളത്. അവിടെ ഈ മസ്ജിദിന് സമീപത്തുണ്ടായിരുന്ന ഒരു ജനവാസ മേഖലയാണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നത്. പക്ഷേ അവിടെ ഒഴിപ്പിക്കാൻ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംഘടിച്ചെത്തുകയും ഒരു വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തു. ആ പ്രതിഷേധത്തിനൊടുവിൽ പോലീസിന് സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണീർവാതകം പ്രയോഗിച്ചു, പോലീസിന് നേരെ കല്ലേറുമുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയുടെ ഉദ്യോഗസ്ഥരാണ്, അതായത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അധികാരികളാണ്, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അധികാരികളാണ് ഈ ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ തുർക്കുമാൻ ഗേറ്റിലെ ഫൈസിലാഹി മോസ്കിന് സമീപമാണ് ഈ വലിയ ഒഴിപ്പിക്കൽ നടന്നിരിക്കുന്നത്. 17 ബുൾഡോസറുകൾ എത്തി ഈ കയ്യേറ്റത്തെ ഞങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം. പക്ഷേ പോലീസ് നടപടി ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ്. സയ്യിദ് ഇലാഹി മസ്ജിദിന്റെ ഒരു ഭാഗത്തെ കെട്ടിടം പൂർണ്ണമായിട്ടും ഇടിച്ച് നിരത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലേ നോബൽ?
തീർച്ചയായും ഒരു ഭാഗം പൂർണ്ണമായി ഇപ്പോൾ ഇടിച്ചു നിരത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും ഈ റോഡിനോട് ചേർന്ന് ഫുട്പാത്തിലടക്കം നിർമ്മിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ, അതോടൊപ്പം പാർക്കിംഗ് ഏരിയ, ഒപ്പം ചില കെട്ടിടങ്ങളടക്കമാണ് ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഏതാണെങ്കിലും വലിയ സുരക്ഷ വിന്യാസത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് ആളുകളടക്കം താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് പ്രത്യേകിച്ച് പള്ളിയുടെ അടക്കം പ്രോപ്പർട്ടികൾ ഇവിടെയുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് പ്രതിഷേധക്കാർ പോലീസിനെതിരെ കല്ലെറിയുകയും അതോടൊപ്പം തന്നെ പിന്നീട് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ അടക്കം ഈ മേഖലയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതായത് നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത അവിടെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഈ മേഖലയിലേക്കുള്ള വാഹനങ്ങളടക്കം കടത്തിവിടുന്നത് ഇപ്പോൾ എന്താണെങ്കിലും തടയുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, നിലവിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ നീക്കം നടത്തിയത് 2025 നവംബർ 12-ാം തീയതി ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരമൊരു ഒഴിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് എടുത്തുകൊണ്ടാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തുർക്ക്മാൻ ഗേറ്റിന്റെ സയ്യിദ് ഇലാഹി മസ്ജിദിന് സമീപമുള്ള ഒരു പ്രദേശത്തെ, അത് ഈ രാംലീല മൈതാനത്തോടൊക്കെ ചേർന്ന് കിടക്കുന്ന അവിടുത്തെ ഫുട്പാത്തിലും ഒരു കമ്മ്യൂണിറ്റി സെന്ററിലും പിന്നെ അവിടെ ഒരു ക്ലിനിക് ഉണ്ട്, ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ ഉണ്ട്. അതിന്റെ തൊട്ടു പ്രദേശത്തെ ഒരു പ്രദേശത്തുമാണ് ആളുകൾ അവിടെ താമസിച്ചിരുന്നത്. ഈ സ്ഥലമാണ് അവിടെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചത്. വലിയ രീതിയിലുള്ള സംഘർഷത്തിനിടെ കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നോർമൽസി റീസ്റ്റോർ ചെയ്തെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാം. അപ്പോൾ ഡൽഹിയിൽ ചെറിയ സംഘർഷാവസ്ഥയുണ്ട്. തുർക്കുമാൻ ഗേറ്റ് ഒഴിപ്പിക്കാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ശ്രമിക്കുന്നതിനിടയിലാണ് തുർക്കുമാൻ ഗേറ്റിന് സമീപം സയ്യിദ് ഇലാഹി മസ്ജിദിന് സമീപം ഉണ്ടായിരുന്ന പ്രദേശവാസികൾ സംഘടിച്ചെത്തി പോലീസിന്റെ, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഈ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ പ്രതിഷേധമുണ്ടാക്കിയത്. വലിയ രീതിയിൽ കല്ലേറ് ഉണ്ടായി എന്നുള്ളതാണ്